Good morning, students. Welcome back to another class for Accounting for Management. Last class we discussed about our third chapter, ratio analysis. There we discuss ratios, ratio analysis, meaning, definition, objectives. അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അക്കൗണ്ടിങ് റേഷ്യോസ് ഏതൊക്കെ രീതിയിൽ യൂസ്ഫുൾ ആണ് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അക്കൗണ്ടിങ് റേഷ്യോസ് യൂസ്ഫുൾ ആവുന്നത്, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ടു ജഡ്ജ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ഫേം. നമ്മൾ നല്ല ഒബ്ജക്റ്റീവ്സിൽ തന്നെ പറഞ്ഞാണ് അല്ലേ, റേഷ്യോ അനാലിസിസ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്നിവയൊക്കെ ജഡ്ജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ അഡ്വാൻറ്റേജസിനെ നമുക്ക് കുറച്ച് സബ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്, അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ്, അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ് ആൻഡ് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. അത്രയും കാറ്റഗറീസ് ആയിട്ടാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഏതൊക്കെ രീതിയിലാണ് അക്കൗണ്ടിങ് റേഷ്യോസ് ഹെൽപ്ഫുൾ ആവുന്നതെന്നാണ് നമ്മുടെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നുണ്ട്. ഫോർമുലേറ്റിംഗ് ദ പോളിസീസ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, നോയിങ് ദി ട്രെൻഡ്സ് ഓഫ് ബിസിനസ്, മെഷറിംഗ് എഫിഷ്യൻസി, കമ്മ്യൂണിക്കേറ്റിംഗ്, കൺട്രോളിങ്, ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. അപ്പോൾ മാനേജ്മെൻറ്റിന് ഈ ഒരു രീതിയിലൊക്കെയാണ് അക്കൗണ്ടിങ് റേഷ്യോസ് യൂസ്ഫുൾ ആവുന്നത്. പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് പോളിസീസും പ്രോഗ്രാംസും പ്ലാൻസും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ എടുക്കാൻ, അതായത് ഫോർമുലേറ്റിംഗ് പോളിസി, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതിനൊക്കെ അക്കൗണ്ടിങ് റേഷ്യോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഇപ്പോൾ കറണ്ട് ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അക്കൗണ്ടിങ് റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഭാവിയിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ, ഫേമുകൾ തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ തന്നെ വിത്തിൻ ദി ഫേം ആയിട്ടുള്ള കമ്പാരിസണൊക്കെ എൻഷുർ ചെയ്യും. ഇതാണ് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. അത് അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഹെൽപ്പ് ടു സെലക്ട് ബെസ്റ്റ് കമ്പനി ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ്. അപ്പോൾ റേഷ്യോ നോക്കിയിട്ട് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ നോക്കിയിട്ട് ഏത് കമ്പനിയാണ് ബെസ്റ്റ്, ഏത് കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. Then it enables the shareholders to evaluate the performance and future prospects of the company. കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനൊക്കെ സഹായിക്കുന്നു. ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദി പ്രൈസ് ഓഫ് ദെയർ ഷെയർസ്. മാർക്കറ്റ് ഷെയറിൽ വരുന്ന ചേഞ്ചസ്, മാർക്കറ്റ് ഷെയറിൻ്റെ പ്രൈസ്, നിലവിലുള്ള പ്രൈസ് എത്ര, ഫ്യൂച്ചർ എത്രയാവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അനലൈസ് ചെയ്യാൻ റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നു. അപ്പോൾ അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്, അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ഏതൊക്കെ രീതിയിലാണ് റേഷ്യോ അനാലിസിസ് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. ഹെൽപ്സ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. ഇറ്റ് ഇനേബിൾ ദം ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് എന്താ നോക്കുക, അവർ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഫേമിനുണ്ടോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് അവരെ ലിക്വിഡിറ്റി പൊസിഷനാണ് ചെക്ക് ചെയ്യുക. ലിക്വിഡിറ്റി പൊസിഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കറണ്ട് റേഷ്യോ ഒക്കെ കാണുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാനും ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ റേഷ്യോ അനാലിസിസ് ക്രെഡിറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്നു. ഇതിന് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ്. It helps them to know the profitability of the company so that they can demand more wages and benefit. ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അങ്ങനെ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ എംപ്ലോയീസിന് മനസ്സിലാവും. അപ്പോൾ ഹൈ പ്രോഫിറ്റബിലിറ്റി റേറ്റ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ബെനിഫിറ്റ്സിനും വേജസും സാലറിക്കൊക്കെ ഡിമാൻഡ് ചെയ്യാം. അപ്പോൾ അതാണ് അവർക്കുള്ള അഡ്വാൻറ്റേജ്. ദെൻ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി കമ്പനി സോ ദാറ്റ് ദേ ക്യാൻ എൻഷുർ ദെയർ ജോബ് സെക്യൂരിറ്റി. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, അവർക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ഫിനാൻഷ്യലി വീക്ക് ആകുന്ന സമയത്ത് എന്താണ് ജോബ് സെക്യൂരിറ്റി, ജോബ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഭയമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് മെഷർ ചെയ്യാൻ റേഷ്യോ അനാലിസിസ് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് ഹെൽപ്ഫുള്ളാണ്, എംപ്ലോയീസിന് ഹെൽപ്ഫുള്ളാണ്, മാനേജ്മെൻറ്റിന്
അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്റിന് ഏത് രീതിയിലാണ് റേഷ്യോ അനാലിസിസ് ഹെൽപ്ഫുൾ ആവുന്നത് നോക്കാം. ഹെൽപ്സ് ടു സ്റ്റഡി ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രീസ് ടു ഫോർമുലേറ്റ് വേരിയസ് പോളിസീസ്. ഹെൽപ്സ് ടു ഇംപ്ലിമെൻറ്റ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്. കോസ്റ്റ് സ്ട്രക്ചർ, ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ റേഷ്യോ അനാലിസിസ് ഒക്കെ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ റേഷ്യോ അനാലിസിസ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ, പ്രൈസിലെ ഫ്ലക്ച്വേഷനൊക്കെ റേഷ്യോ അനാലിസിസിൽ മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോളിങ് മെഷേഴ്സൊക്കെ ഗവൺമെൻറ്റിനെ അഡോപ്റ്റ് ചെയ്യാനും റേഷ്യോ അനാലിസിസ് സഹായിക്കുന്നു. അപ്പോൾ പോയിന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ടു ക്രെഡിറ്റേഴ്സ്, ടു എംപ്ലോയീസ് ആൻഡ് ടു ഗവൺമെൻറ്. അതാണ് അഡ്വാൻറ്റേജസ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജസ്. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ്. റേഷ്യോസിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷനാണുള്ളത്. അത് 2 ക്ലാസിഫിക്കേഷൻ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. ദെൻ മെയിനായിട്ടുള്ള പ്രോബ്ലം വരുന്ന ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ആദ്യം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ്സ് എവിഡൻറ്റ് ദാറ്റ് സം റേഷ്യോസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അതേഴ്സ്. ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ 2 ക്ലാസിഫിക്കേഷനാണ് അവിടെ വരുന്നത്. പ്രൈമറി റേഷ്യോ ആൻഡ് സെക്കൻഡറി റേഷ്യോ. As the success of any business undertaking is measured by the quantum of profit earned by it, the ratio which relates the profit to capital employed is termed as primary ratio. Example, return on capital employed, operating profit ratio, etc. പ്രൈമറി റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ, അത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. അതായത് ഓർഗനൈസേഷനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട റേഷ്യോസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ്. അതിനാണ് എന്ത് പറയുക, പ്രൈമറി റേഷ്യോ എന്ന് പറയുക. ദെൻ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് എഫക്റ്റഡ് ടു ഫെസിലിറ്റേറ്റ് ദ firm comparison and to focus on some factors responsible for the success of unit. When such factors are isolated by means of ratio, they are called secondary ratios. Secondary ratios എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ secondary ratios are the ratios which support the primary ratio എന്നാണ്. പ്രൈമറി റേഷ്യോനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള റേഷ്യോസിനെ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി റേഷ്യോ. അപ്പം ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിനൊക്കെ റീസണബിൾ ആവുന്ന ഫാക്ടേഴ്സ് അല്ലെ, ആ ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള റേഷ്യോസ് ഒക്കെ ഏതാണ്? സെക്കൻഡറിയിലായിരുന്നു. പ്രൈമറീനെ സപ്പോർട്ട് ചെയ്യുന്ന റേഷ്യോസിനാണ് സെക്കൻഡറി റേഷ്യോസ് എന്ന് പറയാം. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ 3 എണ്ണമാണ്. ബാലൻസ് ഷീറ്റ് റേഷ്യോ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ, കമ്പൈൻഡ് റേഷ്യോ. പേരിൽ തന്നെ ഉണ്ട്. ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദീസ് റേഷ്യോസ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 items ഓർ ഗ്രൂപ്പ് ഓഫ് ഐറ്റം വിച്ച് ആർ ബോത്ത് ഇൻ ദി ബാലൻസ് ഷീറ്റ്. എക്സാമ്പിൾ, കറണ്ട് റേഷ്യോ, അസറ്റ് ടെസ്റ്റ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അതായത് റേഷ്യോയിലെ 2 ഐറ്റംസും ബാലൻസ് ഷീറ്റിൽ നിന്നാണെങ്കിൽ കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി, അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് റേഷ്യോ ആണ്. കാരണം കറണ്ട് അസറ്റും ബാലൻസ് ഷീറ്റിലാണ്, കറണ്ട് ലാബിലിറ്റിയും ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ റേഷ്യോയിൽ എടുക്കുന്ന 2 ഐറ്റംസും ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുത്തതെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് റേഷ്യോ. Items which are taken for the relationship in ratio analysis, that is known as balance sheet ratio. Balance sheet il ninnanu eduthaengil adu balance sheet ratio. The next ആണ് income statement ratio. These ratios focus on the relationship between the 2 items or group of items of all which are drawn from the revenue statement. These ratios are known as operating ratios. Gross profit ratio, stock turnover ratio, net profit ratio are the examples. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നേരെ എന്താണ്? ഐറ്റംസ്, നമ്മൾ റേഷ്യോ അനാലിസിസിൽ എടുക്കുന്ന ഐറ്റംസ് 2ഉം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അത് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ ആണ്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഏതിലാണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. സെയിൽസ് ഏതിലാണ് വരിക? അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ 2 ഐറ്റവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് റേഷ്യോ. ദെൻ കമ്പൈൻഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, നിങ്ങൾക്ക് അറിയാം. കമ്പൈൻഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ നിന്നും ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ 2ൽ നിന്നും കൂടിയാണ് ഐറ്റംസ് എടുക്കുന്നതെങ്കിൽ അത് കമ്പൈൻഡ് റേഷ്യോ. ദീസ് റേഷ്യോസ് ഡെപ്പിക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 items, one of which is drawn from the balance sheet and the other from the revenue statement. Debtors turnover ratio, asset turnover ratio, return on capital employed, etc. are the examples. ആ റേഷ്യോസ് ഒക്കെ നിങ്ങൾ അങ്ങോട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഒന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ നിന്നും ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അത് കമ്പൈൻഡ് റേഷ്യോ. അപ്പോൾ റേഷ്യോൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ളത് പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് പ്രൈമറി. ദെൻ സപ്പോർട്ടിംഗ് റേഷ്യോസ് ആണ് സെക്കൻഡറി. സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് റേഷ്യോ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ ആൻഡ് കമ്പൈൻഡ് റേഷ്യോ.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 ഹെഡ്സിലുള്ള ക്ലാസിഫിക്കേഷനുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.